തിരുവനന്തപുരം തിരുമലയ്ക്കടുത്ത് താമസിക്കുന്ന പുഷ്പലീലയുടെ സാക്ഷ്യാനുഭവങ്ങളാണ് സാക്ഷ്യകൂടാരത്തിൻ്റെ ഇന്നത്തെ അധ്യായം. ജീവിതം തന്നെ കൈവിട്ടു പോകുമോ എന്ന ഭയാശങ്കകളിൽ നിന്ന് ദൈവകരം വിടുവിച്ച സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. മാതാവ് വളരെ വേദനയുടെ അവസ്ഥയിലായിരുന്നു. എൻ്റെ മാതാവിന് 2 പെൺമക്കളായിരുന്നു. മാതാവ് വളരെ കഷ്ടതയിൽ കൂടെ വളരെ ജോലി ചെയ്ത് ഈ മക്കളെ വളർത്തുവാനിടയായി. എന്നാൽ മക്കളുടെ ഭാവി കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വളരെ വേദന എൻ്റെ മാതാവ് അനുഭവിക്കാനിടയായി. അങ്ങനെ ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ദൈവമാറ്റങ്ങൾ തരുവാനിടയായി. പല ശരീരത്തിന് രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ ആയിരുന്നു. ദൈവം എന്നെ പൂർണ്ണമായിട്ട് ദൈവം എന്നെ വിടുവിച്ചു. ആത്മീയമായിട്ടും ഭൗതികമായിട്ടൊക്കെ ദൈവം എന്നെ അനുഗ്രഹിക്കാനിടയായി. ഇത്ര തന്നെ ദൈവത്തെ പുകഴ്ത്തിയാലും മതിവരാത്തൊരനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകിയത് ഒത്തിരി നിന്ദകളുടെയും ഒത്തിരി വേദനകളുടെയും ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിൽ കൂടെ ജീവിച്ചു. എന്നാൽ ദൈവം അതിനെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം തന്നു. അനുഗ്രഹിക്കപ്പെട്ടതായൊരു കുടുംബജീവിതം ദൈവം തന്നു. 3 തലമുറകളെ ദൈവം എനിക്ക് തന്നു. ദൈവം ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി. എല്ലാ തലത്തിലും ദൈവം ഞങ്ങളെ പരിപാലിച്ചു. അർഹിക്കാത്തതൊക്കെയും ദൈവം തന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ മാതാവും ഞങ്ങൾക്ക് ഒരു ഭവനമില്ലാതെ ഞങ്ങൾ ഒത്തിരി വേദനപ്പെടുവാനിടയായി. ബന്ധുക്കളുടെയൊക്കെ ഇടയിലും തള്ളപ്പെട്ടൊരവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം മാറ്റം തരുവാനിടയായത്. അതുപോലെ തന്നെ ആഹാരമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു, വസ്ത്രമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. മറ്റുള്ള വീടുകളിൽ പോയാണ് ഞങ്ങൾ വളരെ കഷ്ടതയിൽ കൂടെയാണ് ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ അതിൽ നിന്നെല്ലാം ദൈവം ഞങ്ങൾക്ക് മാറ്റം തന്നു. ഞങ്ങൾക്ക് വേണ്ടി അനേക ദൈവദാസന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരികയൊക്കെ ചെയ്തു. ഞങ്ങൾ അത് നിമിത്തം ദൈവം ഞങ്ങൾക്കതിൽ നല്ല ഒരു മാറ്റം തരുവാനിടയായി. ശാരീരികമായിട്ട് ഒത്തിരി രോഗത്തിൻ്റെ അവസ്ഥയിലൊക്കെ ഞാനായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സ ഹോസ്പിറ്റലിൽ ആകേണ്ട സ്ഥാനത്ത് ദൈവം എന്നെ പൂർണ്ണമായിട്ട് ദൈവം എനിക്ക് സൗഖ്യം തന്നു. ആദ്യമായിട്ട് ഒരു മുട്ടിന് എല്ല് തേയ്മാനത്താൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിലൊക്കെ കടന്നുപോയ സ്ഥാനത്ത് ഡോക്ടർ പറഞ്ഞത് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എന്നാൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു 3 ലക്ഷം രൂപയോളം ആകും. എന്നാൽ എണീറ്റ് നടക്കുമെന്നുള്ള ഒരു ഗ്യാരൻറ്റിയും ഇല്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ പ്രാർത്ഥിച്ചു. അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ഓപ്പറേഷനും കൂടാതെ ദൈവം എൻ്റെ കാലിന് ദൈവം എനിക്ക് സൗഖ്യം തന്നു. 2 കാലിനും എല്ല് തേയ്മാനത്താൽ ഡോക്ടർ പറഞ്ഞത് ഒരിക്കലും എണീറ്റ് നടക്കുകയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ ഈ ദൈവത്തെ അറിഞ്ഞത് നിമിത്തം എനിക്ക് 2 കാലുകൾക്കും ദൈവം ആരോഗ്യം ദൈവം തന്നു. അതുപോലെ തന്നെ യൂട്രസിൻ്റെ മുഴയാൽ വളരെ വീർക്കമുള്ള വലിയൊരു മുഴയായിരുന്നു. അതും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതും കത്തിവയ്ക്കാത്തൊരു വിടുതൽ ദൈവം എൻ്റെ ശരീരത്തിൽ ദൈവം എനിക്ക് തന്നു. അങ്ങനെ പല രോഗത്തിലും ഞാനായിരുന്നു. അതിലൊക്കെയും ഒരു പൈസ പോലും ഹോസ്പിറ്റലിലാകാതെ ദൈവം എൻ്റെ ശരീരത്തിൽ എനിക്ക് ദൈവം ഒരു വിടുതൽ തരുവാനിടയായി. അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കോട്ടയായിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് 3 പെൺമക്കളെ ദൈവം തന്നു. അവിടെ വിദ്യാഭ്യാസ മേഖലകളിലായിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തെ അറിഞ്ഞത് നിമിത്തം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എല്ലാ തലത്തിലും ഞങ്ങൾക്ക് ദൈവം വ്യത്യാസം തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി ദൈവം ആത്മീയമായിട്ടും ഭൗതികമായിട്ടൊക്കെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കാനിടയായി. 91:14 പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ അവനെ ഉയർത്തും. അനേക ലക്ഷക്കണക്കിന് രൂപയുടെ രോഗത്തെ ദൈവം എന്നെ സൗഖ്യമാക്കുവാനിടയായി. അങ്ങനെ ഈ ദൈവത്തെ അറിയുന്നതിന് മുന്നമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെയും ഒരു സന്തോഷമില്ലാതെയും ഞങ്ങൾ ഒത്തിരി ഭാരപ്പെടുവാനിടയായി. ഞങ്ങൾക്കൊരു ഭവനമില്ലാതെയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു അവസ്ഥയായിരുന്നത് കൊണ്ട് ഞങ്ങളെല്ലാവരും തള്ളിക്കളയുവാനിടയായി. അങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം അതിൽ നിന്നെല്ലാം ദൈവം മാറ്റം തന്നു. ഞങ്ങൾക്ക് ദൈവം ഒരു വീട് തന്നു. അവിടെ പിതാവ് മരിച്ച കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെടുവാനിടയായി. 2 പെൺമക്കളാണ് മാതാവിനുള്ളത്. 2 പെൺമക്കളായത് നിമിത്തം ഞങ്ങളെ എല്ലാവരും ഉപേക്ഷിപ്പാനിടയായി. അങ്ങനെ
ഓരോ ദിവസവും ഞങ്ങൾ വേദനയിൽ കൂടെയാണ് കടന്നു പോയത്. എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിപ്പാനിടയായി, നിങ്ങൾക്ക് 2 പെൺമക്കളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അവരുടെ കാര്യം നോക്കുമെന്ന്. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നതായ ചർച്ചിലുള്ളവർ എൻ്റെ വിവാഹം നടത്തുകയും എനിക്ക് വേണ്ടി ദൈവം അവിടെ കരുതുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം മാറ്റം തരുവാനിടയായി. അങ്ങനെ പല പ്രതിസന്ധികളിലും പല വേദനകളിലും ഒക്കെ ദൈവം അതിൽ നിന്നൊക്കെയും ദൈവം ഞങ്ങൾക്ക് മാറ്റം തന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ വെച്ച് തന്നെ ദൈവം ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിപ്പാനും ഒത്തിരി മാനിപ്പാനും ഒത്തിരി സ്നേഹിപ്പാനും ഒക്കെ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ പല വിഷയങ്ങൾക്കും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം മറുപടി തരുവാനിടയായി. ഇളയ പൈതലിനെ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് അവളെ വളരെ പ്രയാസം ഞാൻ അനുഭവിപ്പാനിടയായി. ഡോക്ടർ പറഞ്ഞത് ആ കുഞ്ഞിനെ കിട്ടുകയില്ല എന്നാണ് ഡോക്ടർ പറയുവാനിടയായത്. ആ കുഞ്ഞ് ജനിച്ച് അതിൻ്റേതായ ഡെലിവറി സമയം എത്താറായപ്പോൾ കുഞ്ഞിന് ശ്വാസം മുട്ടൽ കൂടി ആ കുഞ്ഞിനെ ഇനി കിട്ടുകയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ വളരെ സീരിയസ് ആയ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് എൻ്റെ ഇളയ പൈതലിൻ്റെ ജീവിതത്തിലുണ്ടായത്. മെഡിക്കൽ കോളേജ് SATയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് അനേക ഡോക്ടർമാർ വന്ന് 3 ഹോസ്പിറ്റലിൽ നിന്നാണ് എന്നെ SATയിലേക്ക് വിട്ടത്. അവിടെ കടന്നുപോയ സമയത്ത് ഡോക്ടർമാരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, പുഷ്പലീലയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് പോകുവാനിടയായി. എന്നാൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്ത് ഒരു ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് വന്ന് തട്ടിയിട്ട് ചോദിച്ചു, പുഷ്പലീല മോൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിപ്പാനിടയായി. ഞാൻ പറയും, മാഡം ഇങ്ങനെയാണ് എനിക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറയുവാനിടയായി. ഉടനെ തന്നെ എന്നെ ലേബർ റൂമിൽ കയറ്റുകയും ലേബർ റൂമിൽ കയറ്റിയ സമയത്ത് പുറത്തിരിക്കുന്നവരുടെ അടുത്ത് പോലും ഒരു പേപ്പറിലൊന്നും ഒപ്പിട്ട് വാങ്ങാതെയാണ് എന്നെ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യുവാനിടയായത്. കുഞ്ഞിന് വളരെ സീരിയസ് എന്ന് ഡോക്ടർ പറയുവാനിടയായി. അങ്ങനെ ആ സ്ഥാനത്ത് എന്നെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ICUയിൽ കയറ്റുവാനിടയായി. അതിൻ്റേതായ ബുദ്ധിമുട്ട് നിമിത്തം കുഞ്ഞ് കിട്ടുകയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഒന്നീ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്നാണ് ഡോക്ടർമാർ പറയുവാനിടയായത്. ഡോക്ടർ പുറത്തുനിന്ന് എൻ്റെ മാതാവിൻ്റെ അടുത്തും ഹസ്ബൻഡിൻ്റെ അടുത്തും പറഞ്ഞു, ഇത്തിരി സീരിയസ് ആണ്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റുകയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ അവിടെ ഡോക്ടർ വന്ന് ഉടനെ തന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം ഒരുപാട് മണിക്കൂർ കഴിഞ്ഞാണ് എന്നെ ഓപ്പറേഷനിൽ നിന്ന് ചെയ്യേണ്ടതായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തയ്യലൊക്കെ ഇട്ട് പുറത്തെടുക്കുവാനിടയായത്. അങ്ങനെ 18 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ ICUയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്ത് കിട്ടുവാനിടയായത്. എന്നാൽ മാതാവും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടെന്നോ ആ കുഞ്ഞിനെ പുറത്ത് ഇപ്പോഴും തരികയില്ലെന്നോ കുഞ്ഞിന് വേറെ എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടെന്നാണ് എൻ്റെ അടുത്ത് പറയുവാനിടയായി. എന്നാൽ 18 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറയുവാനിടയായത്. വളരെ സീരിയസ് ആയിരുന്ന ഒരു കുഞ്ഞാണ്, എന്തോ ഒരു ഭാഗ്യത്തിലാണ് നിങ്ങൾക്ക് തന്നതെന്ന്. എന്നാൽ അതിനു മുന്നമേ ഒരു അഭിഷക്തൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വളരെ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഒന്നീ മാതാവ് അല്ലെങ്കിൽ കുഞ്ഞ്, ഈ 2 കാര്യമാണ് അവർ പ്രാർത്ഥിച്ച ദൈവദാസൻ പറഞ്ഞത്, ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ദൈവം ആ കുഞ്ഞിനെ ആരോഗ്യത്തോടെ തന്നു. ഇന്ന് 16 വയസ്സായി. ദൈവം അവളെ നടത്തുന്നു. ഞാൻ ഈ ദൈവത്തെ അറിയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ വേദന നിറഞ്ഞൊരു അനുഭവമായിരുന്നു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്തായിരുന്നു എൻ്റെ പിതാവ് മരിച്ചത്. പിതാവ് മരിച്ചതോടെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഈ പിതാവ് മരിച്ചതോടുകൂടി ഞങ്ങൾ മാതാവിൻ്റെ കുടുംബ ഭവനത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. എൻ്റെ അമ്മയ്ക്ക് 2 പെൺമക്കളായത് നിമിത്തം ഈ ബന്ധുക്കളൊക്കെ ഞങ്ങളെ വല്ലാതെ പുറത്തിറക്കണം, അവർക്ക് ആ ഭവനം കുടുംബ വീട് അവർക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെ അവകാശം പറയുമെന്നുള്ള വിഷയത്തിൽ ഞങ്ങളെ വളരെ വേദനപ്പെടുത്തുവാനിടയായി. അങ്ങനെ മരണം മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ മുന്നിലുണ്ടായിരുന്നത്. അങ്ങനെ മരണം മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ മുന്നിലുണ്ടായിരുന്നത്. 2 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങി.
എന്നാൽ അവിടെയും ആത്മഹത്യ ചെയ്യുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു സഹോദരി വന്ന് പറഞ്ഞു, മൈലം ദേശത്ത് ഒരു പ്രെയർ നടക്കുന്നു, അവിടെ വരുന്നു എന്ന് ചോദിപ്പാനിടയായി. അങ്ങനെ അവിടെ എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അവിടെയുള്ള ദൈവദാസൻ എൻ്റെ പേര് പറയുകയും എൻ്റെ അവസ്ഥകൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ആ ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കുവാനിടയായി. അതോടെയാണ് ഞാൻ എൻ്റെ ഈ ദൈവത്തെ അറിയുവാനിടയായത്. അതിനിടയിൽ ഒത്തിരി വേദനകൾ, ഒത്തിരി ഭാരങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ജീവിതത്തിൽ ഒത്തിരി നിന്ദകൾ, കുഞ്ഞുനാൾ മുതലേ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ഭാരങ്ങൾ, വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ ആ പ്രെയറിന് പോയതിന് ശേഷം അവിടെയുള്ള സാറ് എനിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ചെയ്തു. അവിടെ പാസ്റ്ററുടെ മകനുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ദൈവത്തെ അറിയുവാനും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നത്. അത് നിമിത്തം ഓരോ ദിവസവും ഈ ദൈവത്തെ അറിഞ്ഞത് നിമിത്തമാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തരുവാനിടയായത്. വളരെ കുഞ്ഞുനാൾ മുതലേ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരനുഭവമാണ് ഞാനും എൻ്റെ ചേച്ചി, എൻ്റെ മാതാവും. അങ്ങനെ വളരെ ഭാരത്തിലും വളരെ വേദനയിലും ആണ് ജീവിച്ചത്. ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു. ഞങ്ങൾ വസിച്ചിരുന്ന ഭവനത്തിലായിരുന്നു പിതാവ് മരിക്കുവാനിടയായത്. എന്നാൽ ആ ഭവനത്തിൽ പിതാവ് മരിച്ചതായ രീതി കണ്ട് ഞങ്ങൾക്ക് ആ ഭവനത്തിൽ വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഭവനത്തിൽ നിന്ന് മാറുകയും ഞങ്ങൾ വളരെ വേദനകൾ ഞങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി. വീടില്ലാതെ ഞാനും എൻ്റെ മാതാവും ഒത്തിരി ഷെഡുകൾ കെട്ടി ഞങ്ങൾ പലയിടത്തും ഓരോ ഷെഡുകൾ കെട്ടി ഇങ്ങനെ താമസിക്കുമായിരുന്നു. ഓരോ മഴയും ഓരോ കാറ്റും വരുന്ന സമയത്ത് എല്ലാം ഒടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് ദൈവം ജീവിതത്തിൽ ഓരോ തരത്തിലും മാറ്റം തരുവാനിടയായത്. ദൈവം ഞങ്ങളെ ഓരോ ദിവസവും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ഈ ദൈവത്തെ അറിഞ്ഞത് നിമിത്തം വീടുകൾ ദൈവം തന്നു, വാഹനങ്ങളെ തന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരുവാനിടയായി. കണ്ണീർ കയങ്ങളിൽ മുങ്ങിത്താഴ്ന്നുപോയ തീവ്രമായ വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവങ്ങൾ. എന്നാൽ ആത്മീക കൂട്ടായ്മയിലൂടെ ലഭിച്ച സമാധാനം ഈ വ്യക്തിയെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റി. അങ്ങനെ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെയൊക്കെ കടന്നുപോയ സമയത്ത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യം ദൈവാത്മാവിനോട് ഇടപെടുവാനിടയായി. നീ വെള്ളത്തിൽ കൂടെ നടന്നു പോയാൽ അത് നിന്നെ മുക്കിക്കളയുകയില്ല, തീയിൽ കൂടെ നടന്നാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്നുള്ള വചനം എൻ്റെ ജീവിതത്തിൽ ആ വചനത്തിൽ കൂടെ ദൈവം എന്നെ ഉറപ്പിക്കുവാനിടയായി. വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വന്നു. വെള്ളം എന്നെ മുക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. തീയിൽ കൂടെ നടന്നു പോകേണ്ട സാഹചര്യം വന്നു അത് വെന്തു പോകുവാനും ദൈവം അനുവദിച്ചില്ല. അങ്ങനെ വചനത്തിൽ കൂടെ ദൈവം എന്നെ ഓരോ ദിവസവും ഉറപ്പിച്ചു. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ദൈവസന്നിധിയിൽ ഓരോ ദിവസവും പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ കരഞ്ഞു. ദൈവം ഓരോ തലത്തിലും ദൈവം മാറ്റം തരുവാനിടയായി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയ നുറുക്കത്തോടെ വേദനയോടെ നാം ദൈവത്തോട് ഏത് വിഷയം പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരികയും തന്നെ ചെയ്യും. ദൈവം എനിക്കൊരു വിവാഹാലോചന കൊണ്ടുവന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതായ വിഷയത്തിനൊത്തവണ്ണം തന്നെ ഒരു മകനെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം തന്നു. വിവാഹം കഴിഞ്ഞ് 4 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഒരു തലമുറയെ ദൈവം ആദ്യം തന്നു. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഉപജീവന മാർഗങ്ങളൊക്കെ ഇല്ലാത്ത ഒരു മേഖലയായിരുന്നു. എങ്ങനെ മുൻപോട്ട് പോകും എന്ന് വിചാരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവ ഉപജീവന മാർഗത്തിൻ്റെ വഴികളൊക്കെ ദൈവം തുറന്നു തരുവാനിടയായി. അതുപോലെ തന്നെ ഒരു പൈതനെ ആദ്യം തന്നതിന് ശേഷം പിന്നെ ദൈവം 2 മക്കളെ കൂടെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ 3 പെൺമക്കളെ ദൈവം തന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഷെർലിൻ രാജാണ്. മൂത്ത മകൾ പ്രിൻസി രാജ്, 2ാമത്തെ മകൾ ബ്ലസ്സി രാജ്, 3ാമത്തെ മകൾ ജെസ്സി രാജ്. അങ്ങനെ 3 അനുഗ്രഹിക്കപ്പെട്ട തലമുറകളും ദൈവം തന്നു. ഈ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവം എല്ലാ തലത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതവും
ദൈവം തന്നു, ദൈവം ഞങ്ങളെ നടത്തുന്നു. അങ്ങനെ ദൈവം ആത്മീയമായിട്ടും ഭൗതികമായിട്ടൊക്കെ ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ഒരു കേസുപരമായൊരു വിഷയം നേരിടുവാനിടയായി. രക്ഷിക്കപ്പെടും മുമ്പേ വീട്ടിലുള്ള മാതാപിതാക്കളൊക്കെ പ്രിയപ്പെട്ടവന് വേണ്ടി ദൈവസന്നിധി നേരുവാനിടയായി. അവരുടെ കുടുംബത്തിലെല്ലാം പെൺതലമുറകളായിരുന്നു. ഒരു ആൺതലമുറയെ ദൈവം തന്നാൽ അതിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്നിരുന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ 60 നാൾ മുതൽ ദൈവസന്നിധിയിൽ വരാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ഒരു കേസുപരമായ വിഷയത്തിലായിരുന്നു ദൈവം പ്രിയപ്പെട്ടവനെ പിടിക്കുവാനിടയായത്. ഏലിയാവിൻ്റെ ഒരവസ്ഥയായിരുന്നു എളിയമാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ഒളിച്ചിരുന്ന ഒരവസ്ഥയായിരുന്നു പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. അങ്ങനെ വളരെ വേദന ആ കേസുപരമായ വിഷയത്തിൽ നേരിടുവാനിടയായി. ദൈവം അങ്ങനെ ഈ ദൈവത്തെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ഹൃദയം കൊടുത്ത് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ആ വിഷയത്തിനൊരു പരിഹാരം കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ വളരെ പ്രതികൂലത്തിൻ്റെ ഒരവസ്ഥയിലായിരുന്നു ആ കേസിൻ്റെ വിഷയം കടന്നുപോയത്. എന്നാൽ ഈ ദൈവത്തെ ഒന്ന് മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെട്ടപ്പോൾ മാത്രമാണ് ഈ കേസിൽ ഫുള്ളായിട്ട് ഒരിക്കലും ഒരു മോചനം കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു. ഒത്തിരി പേർ പ്രാർത്ഥിച്ചിട്ട് പോലും ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ആയിരുന്നു ഈ വിഷയം കടന്നുപോയത്. എന്നാൽ ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവൻ ആ വിഷയത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയും ഒരു തീരുമാനത്തോടുകൂടി, ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരിടുന്ന ഈ വിഷയത്തിന് എനിക്കൊരു മറുപടി തന്നാൽ ഞാൻ ദൈവത്തിൻ്റെ ഒരു മകനായി തീരാം എന്ന ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തതിന് ശേഷം മാത്രമേ ആ വിഷയത്തിനൊരു പൂർത്തീകരണം ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെ ദൈവം അതിൽ നിന്ന് മാറ്റം തന്നു. ഇന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, കുടുംബമായി തന്നെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. പുഷ്പലീലയുടെ ജീവിത സാക്ഷ്യം നമുക്കൊരു പാഠപുസ്തകമാണ്. പ്രതിസന്ധികളിൽ ദൈവത്തോടടുക്കുവാനുള്ള ആശ്രയബോധം പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. യേശു എന്നെ